വെള്ളിമലയും വലിയ നടപ്പന്തലും താണ്ടി അയ്യന്റെ 18ാം പടിയിലേക്ക്. പതിനെട്ട് പടിയും തൊട്ട് അയ്യനെ കാണും മുൻപ് എല്ലാം അയ്യനെ സമർപ്പിച്ച് നാളികേരം കൊണ്ട് ആത്മസമർപ്പണം. ഭക്തിയുടെ ശക്തിയെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നേരിട്ട് താഴെ അയ്യന് അർച്ചന. നമ്മൾ അയ്യപ്പൻ്റെ മുന്നിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതല്ലേ, ഭക്തി കൊണ്ട് മാത്രം വരുന്നതാണ്, പൈസ മോഹിച്ച് മാത്രമല്ല. ഭക്തിയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. അയ്യപ്പ ഭക്തനാണ് നമ്മൾ. മണ്ഡലമാസം ആദ്യം മുതലേ നമ്മളുണ്ട്. പക്ഷേ അതിന് തലേ ദിവസം ഞങ്ങൾ വരും. ബാണ തുറക്കുന്നതിൻ്റെ തലേ ദിവസം മുതലേ ഞങ്ങൾ വരും. പലപ്പോഴും പരിക്കേൽക്കുന്നുണ്ട്. പക്ഷേ ശരണം വിളികൾക്കിടയിൽ അവർ വേദന മറക്കുന്നു. നമ്മൾ ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ ആക്രമിക്കുന്ന പോലെയാണ് ഇവർ വെടിയുണ്ട പോലെ നമ്മൾ നേരിടണം. മൂക്കിന് ഒരു എയർ കിട്ടിയതാണ്, ഇന്ന് കിട്ടിയതാണ്, ഇപ്പം കിട്ടിയതാണ്. അത് കൈയും കായും പുറത്തും എല്ലാം ഇഷ്ടംപോലെ എയർ ഒന്നും മേടിച്ച് അത് കിട്ടും. എന്നാലും നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടാകുന്നില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വലിയ വിഷയങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യപ്പൻ്റെ മുമ്പിൽ ഇങ്ങനെ നല്ല ഇതായിട്ട് പോകുന്നു. ഇടയ്ക്കൊക്കെ എയർ ഒക്കെ കിട്ടും, കൈക്കും കാലിനും ഒക്കെ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഈ ജോലിക്കും ഒരു പിന്നാമ്പുറമുണ്ട്. കുത്തിയിൽ അടിക്കും തേങ്ങയില്ലയോ, ആ തേങ്ങ ഇവിടെ താഴെ വീഴും. അവിടെ 2 പേര് നിന്ന് കോരി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്താൽ 2 പേര് ഇവിടുന്ന് താഴോട്ട് വലിച്ചിറക്കി ചവലിന് കോരി പൊക്കി കൊടുക്കുക. ഇത് ചവന്ന് ചേരെ കൊണ്ടുപോവുക. പൊട്ടലാക്കി തല വയ്ക്കുന്നു, ദേഹം മൊത്തമാവും, വായിലും മൂക്കിലും കണ്ണിലെല്ലാം വീഴും. എല്ലാവർക്കും ഇതേ സ്ഥിതി തന്നെ, ഒരു പ്രത്യേകമില്ല, ഒന്നുമില്ല. ഈ വേസ്റ്റാണിത് മൊത്തം. ഇത് ഇവിടെ തന്നെ നിൽക്കുവാണ്. നമ്മളെ കാലും കൈ ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. അയ്യപ്പൻ്റെ കാര്യമായതുകൊണ്ട് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ കണ്ടില്ലേ, ഈ തൊഴിലാളികൾ കൊപ്രയുമായി വരുന്ന വഴിയാണിത്. ദേവസ്വം ബോർഡ് വിചാരിച്ചാൽ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കി ഇവർക്ക് സുഗമമായിട്ട് ഈ തൊഴിൽ ചെയ്യാൻ വേണ്ട അവസരം ഒരുക്കാം എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് വേദന തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഈ ദേവസ്വം ബോർഡ് ഞങ്ങളെ ഒന്നും പരിഗണിക്കുന്നില്ല. ഞങ്ങളുടെ ആ ഷെഡോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100-400ഓളം തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ഒരു സൗകര്യങ്ങൾ, ഒരു ബാത്റൂം പോലും ഇല്ല. ഞങ്ങൾ ഈ സ്വാമിമാരുടെ ഇടയിൽ കിടന്ന് വേണം ഇടിച്ച്. ഇപ്പം ഈ ഡ്രസ്സ് കഴുകാൻ പോകണമെങ്കിൽ അവരൊഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് കുളിക്കുകയോ കഴുകുകയോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കണ്ടവരും അയ്യന്റെ സന്നിധിയിൽ പണിയെടുക്കുന്നവരാണ്. ഇവരെ കൂടി പരിഗണിക്കേണ്ടേ? ജോഷി മാത്യുവിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.